ഇവാഞ്ചൽ മിനിസ്ട്രീസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന തിരുവചനം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് സുവിശേഷകൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും. ശമൂവേലിൻ്റെ 1-ാം പുസ്തകം ആരംഭിക്കുമ്പോൾ ശമൂവേൽ ബാലൻ ഏലിയുടെ മുൻപാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു വന്നിരുന്ന കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകൾ നാം ഓർത്തു കഴിഞ്ഞതാണ്. അങ്ങ് ശ്രദ്ധിക്കുന്നത് ഇവാഞ്ചൽ മിനിസ്ട്രീസ് ക്രമീകരിക്കുന്ന തിരുവചനം എന്ന വചന പഠന പരമ്പരയാണ്. ശമൂവേലിൻ്റെ 1-ാം പുസ്തകത്തെ അധികരിച്ചുള്ള 34-ാമത്തെ എപ്പിസോഡിലേക്ക് ഹൃദയപൂർവ്വം അങ്ങേ സ്വാഗതം ചെയ്യുന്നു. നാം ഓർത്തതുപോലെ ശമൂവേൽ ബാലൻ ഏലിയുടെ മുൻപാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു വന്നിരുന്ന കാലഘട്ടം അത് വളരെ പ്രയാസമേറിയ ഒരു കാലഘട്ടമായിരുന്നു ആത്മീയനെ സംബന്ധിച്ച് കാണുവാൻ കഴിയുന്നത്. ഒന്നാമതായിട്ട് നാം ഓർത്തതുപോലെ 2-ാം വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ 3-ാം അധ്യായം ശമൂവേലിൻ്റെ 1-ാം പുസ്തകത്തിൽ ആ കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു, ദർശനം ഏറെയില്ലായിരുന്നു. അങ്ങനൊരു കാലഘട്ടം ചിന്തിച്ചു നോക്കുക. ദൈവത്തിന് എന്തെങ്കിലും പിശുക്ക് വചനം കൊടുക്കാൻ ഉണ്ടായിരുന്നിട്ടല്ല, പ്രത്യുത തൻ്റെ ജനത്തിന് അത് സ്വീകരിക്കുവാനുള്ള മനസ്സ് കുറവാണ് അവിടുത്തെ വിഷയം. ഇന്നും ദൈവം തൻ്റെ ജനത്തിന് ധാരാളമായി കൊടുക്കുന്നവനാണ്. എന്നാൽ സ്വീകരിക്കാനായിട്ട് അങ്ങയ്ക്കും എനിക്കും മനസ്സുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായി ഓർക്കേണ്ടത്. രണ്ടാമതായി നമ്മൾ ഓർത്തത് കാൺമാൻ വഹിയാതെ വണ്ണം ഏലിയുടെ കണ്ണ് മങ്ങിത്തുടങ്ങിയ ഒരു കാലഘട്ടം. മൂന്നാമതായിട്ട് നാം ഓർത്തതുപോലെ 3-ാം വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ യഹോവയുടെ മന്ദിരത്തിൽ വിളക്ക് കെട്ടുപോയിരുന്ന ഒരു കാലഘട്ടം. എന്നാൽ ചിന്തിപ്പിക്കുന്ന വസ്തുതയാണ് ഇന്ന് നാം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇത്രമാത്രം തകർന്ന് തരിപ്പണമായ സ്ഥിതിയിലും കർത്താവ് ആ കാലഘട്ടത്തിൽ പ്രവർത്തിച്ചു കൊണ്ടേയിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇതെത്ര ആശ്വാസം തരുന്നൊരു ചിന്തയാണ്. കാലഘട്ടം വല്ലാത്തതായിരുന്നു. ശമൂവേൽ ഏലിയുടെ മുൻപാകെ യഹോവയ്ക്ക് ശുശ്രൂഷിച്ച കാലഘട്ടം നമുക്ക് ഒരു തരത്തിലും ചിന്തിപ്പാൻ കഴിയാത്തതാണ്. എന്നാൽ ആ കാലഘട്ടത്തിൽ ദൈവം പ്രവർത്തിച്ചു കൊണ്ടേയിരുന്നു. ഏതു കാലഘട്ടത്തിലും സ്വർഗത്തിലെ ദൈവം തീർച്ചയായിട്ടും പ്രവർത്തിക്കും. എന്നാൽ ഓർമ്മപ്പെടുത്തട്ടെ, ആ പദ്ധതികളിൽ സ്ഥാനമുള്ളവരായി നമുക്ക് തീരണമെങ്കിൽ നാം ദൈവത്തിന് ആ രീതിയിൽ സ്ഥാനം കൊടുക്കുന്ന ജീവിതമുള്ളവരായിരിക്കണം. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഓർമ്മപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുക. ആർക്കും ദൈവത്തിൻ്റെ പദ്ധതികളെ തടസ്സപ്പെടുത്തുവാൻ കഴിയുകയില്ല. ഒന്നിനും ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് തടയിടുവാനോ മാറ്റം വരുത്തുവാനോ കഴിയുകയില്ല. ചരിത്രത്തിൻ്റെ വീഥികളിൽ നാം ശ്രദ്ധിച്ചാൽ അത് കാണുവാൻ കഴിയുന്നു. വിശുദ്ധ തിരുവെഴുത്ത് അതിന് സാക്ഷ്യം പറയുന്നുണ്ട്. ഈ കാലഘട്ടം ശ്രദ്ധിച്ചാലും അനേക ഇടങ്ങളിൽ പ്രതികൂലങ്ങൾ ഉയരുന്നതിൻ്റെ മധ്യത്തിലും ദൈവം അഭംഗുരം അവിടുത്തെ ശുശ്രൂഷ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അവിടുത്തെ വേല ദൈവം നിവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. ആർക്കും ഒന്നിനും ദൈവിക പദ്ധതികൾക്ക് മാറ്റം വരുത്തുവാനായിട്ട് കഴിയുകയില്ല. നോക്കണം, ശമൂവേലിൻ്റെ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ഏലിക്കും പുരോഹിതന്മാരായ 2 പുത്രന്മാർക്കും പകരം ഒരു ശമൂവേൽ ബാലനെ സ്വർഗത്തിലെ ദൈവം അവിടുത്തെ പ്രവർത്തനങ്ങൾക്കായി തൻ്റെ ജനത്തിൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് വേർതിരിച്ച് ഉയർത്തുന്ന അനുഗ്രഹീതമായ ചരിത്രമാണ്. ഏലി പുരോഹിതൻ്റെ കാര്യം നമുക്കറിയാം. എന്നാൽ മക്കൾ 2 പേരും മ്ലേച്ഛന്മാരും യഹോവയെ ഓർക്കാത്തവരും ദൈവത്തെ നിന്ദിക്കുന്നവരുമായിരുന്നുവെന്ന് നാം ചിന്തിക്കുകയുണ്ടായി. അങ്ങനെയുള്ള ആ പുരോഹിതന്മാർക്ക് പകരം ഇവിടെ ഇതാ ദൈവത്തിൻ്റെ വേല തുടരേണ്ടതിന്, ഇസ്രായേൽ ജനത്തോട് ഇടപെടേണ്ടതിന് ദൈവത്തിൻ്റെ സന്നിധിയിൽ കർത്താവ് ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു ബാലൻ, ശമൂവേൽ ബാലൻ. എത്ര അത്ഭുതത്തോടെയാണ് നാം ആത്മീയമായി ചിന്തിച്ചാൽ ദൈവത്തിൻ്റെ പദ്ധതികളെ കാണുവാനായിട്ട് കഴിയുന്നത്. ഇന്നും ഓർത്തുകൊള്ളുക, അങ്ങൊരു പക്ഷെ ചിന്തിക്കുന്നുണ്ടാവാം, എങ്ങനെ മുന്നോട്ട് പോകും?
അങ്ങൊരു പക്ഷെ ചിന്തിക്കുന്നുണ്ടാകാം, ദൈവിക പദ്ധതികൾ ഇനി എൻ്റെ ജീവിതത്തിൽ ഇല്ല എന്ന്. അങ്ങൊരു പക്ഷെ ചിന്തിക്കുന്നുണ്ടാകാം, ഞാൻ ഉൾപ്പെടുന്ന പ്രാദേശിക സഭയിൽ ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല എന്ന്. കാത്തിരിക്കുക ദൈവത്തിനായി, ദൈവത്തിൻ്റെ സ്വരം കേൾക്കുക, ദൈവഹിതം നിവർത്തിക്കുക. നേരോടെയും നിർമ്മലതയോടെയും ഹൃദയശുദ്ധിയോടെയും യഹോവയെ സേവിക്കുന്നവരുടെ മധ്യത്തിൽ ഒരിക്കലും ദൈവം തൻ്റെ പ്രവർത്തനം നിർത്തുകയില്ല. ഒരുപക്ഷെ നാം ആഗ്രഹിക്കുന്നത് പോലെയല്ല, മറിച്ച് ദൈവം എന്താഗ്രഹിക്കുന്നുവോ അത് നിവർത്തിപ്പാൻ ദൈവം സർവശക്തനാണ്. ഇവിടെ ഇതാ ശമൂവേൽ ശുശ്രൂഷിച്ച ഈ കാലഘട്ടത്തിൽ ദൈവം പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ശമൂവേൽ ബാലനെ ദൈവജനത്തിനായിട്ട് കർത്താവ് കൊടുക്കുകയാണ്. ദൈവം തൻ്റെ ജനത്തെ ഈ ശമൂവേൽ ബാലനിലൂടെ മുന്നോട്ട് നയിക്കുന്ന അനുഗ്രഹീതമായ കാഴ്ച ശമൂവേൽ 1 പുസ്തകത്തിൻ്റെ അധ്യായങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്തൊരു അത്ഭുതമാണ്! എത്ര യഥാവാനായ ദൈവമാണ്! ഏത് കാലഘട്ടത്തിലും എന്ന പോലെ തനിക്കായി കാത്തു നിൽക്കുന്നവരിലൂടെ ദൈവം അവിടുത്തെ ശുശ്രൂഷകൾ അഭംഗുരം തുടരുന്ന ദൈവമാണ്. കർത്താവിന് സ്തോത്രം. എന്നാൽ ഇന്ന് ഒരു ചോദ്യം അങ്ങയോട് തന്നെ അങ്ങയ്ക്ക് ചോദിക്കാനായിട്ട് കഴിയണം. ദൈവത്തിൻ്റെ പദ്ധതിയിൽ എനിക്ക് എൻ്റെ പങ്ക് നിർവഹിപ്പാൻ കഴിയുന്നുണ്ടോ? എന്നാൽ ഓർമ്മപ്പെടുത്തട്ടെ, എങ്ങനെയും ജീവിച്ചിട്ട് ദൈവഹിതം മനസ്സിലാക്കാതെ മുന്നോട്ട് പോയിട്ട് എന്നെ ദൈവിക പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന് പറയുന്നതിൽ യാതൊരർത്ഥവുമില്ല. ദൈവം അങ്ങനെ ചെയ്യുകയില്ല. എന്നാൽ ദൈവത്തിനായി കാത്തിരുന്നാൽ, യഹോവയ്ക്കായി പ്രത്യാശിച്ചാൽ, ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ തന്നെ വേർതിരിക്കുകയാണെങ്കിൽ, ശമൂവേൽ ബാലനെ വല്ലാത്തൊരു കാലഘട്ടത്തിൽ ഉപയോഗിച്ച ദൈവം അങ്ങേയും ഉപയോഗിപ്പാൻ മതിയായ ദൈവമാണ്. ആ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുവാൻ അങ്ങേക്ക് സാധിക്കുമോ? എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഹൃദയത്തെ, എൻ്റെ ശരീരത്തെ, എൻ്റെ മനസ്സിനെ ഞാൻ ആ തൃക്കരങ്ങളിലേക്ക് തരികയാ. അങ്ങനെ ഉപയോഗിക്കണേ. ഞാൻ വിശുദ്ധിയോടെ ജീവിപ്പാൻ ആഗ്രഹിക്കുന്നു. ഞാനതിനെന്നെ വേർതിരിപ്പാൻ, അവിടുത്തെ ഹിതം ചെയ്യുവാൻ ഞാൻ ഇതാ വരുന്നു, എന്നെ ഉപയോഗിക്കണമേ. എത്ര പേർക്ക് ഇത് പ്രാർത്ഥിപ്പാൻ കഴിയും? നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് തന്ന ആത്മീയ ചിന്തകൾക്കായി നന്ദിയോടെ സ്തോത്രം. വല്ലാത്തൊരു കാലഘട്ടത്തിൽ ശമൂവേൽ ബാലനെ വേർതിരിച്ച് അവിടുത്തെ ജനത്തെ മുന്നോട്ട് നയിച്ച ദൈവമേ, എന്നെ തന്നെ ഞാൻ അവിടുത്തെ സന്നിധിയിലേക്ക് കൊണ്ടുവരുന്നു. എന്നെ ഉപയോഗിക്കണേ, എന്നെ സഹായിക്കണമേ. ശബ്ദം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും ആവശ്യമായ ദൈവകൃപ നൽകണമേ. അങ്ങ് വിശ്വസ്തനായ ദൈവമാകിയാൽ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.